ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ജൂലൈ 18 നമ്മുടെ പ്രിലിംസ്. ഇന്നിപ്പോൾ ഡേറ്റ് ജൂലൈ 5 ഇനി എത്ര ദിവസമുണ്ട്? 15 ദിവസം കഷ്ടിയാണ് അല്ലേ? ജൂലൈ 5, ജൂലൈ 15, 13 ദിവസം ആണ് ഇനിയിപ്പോൾ ഉള്ളത്. എല്ലാവരും നന്നായി വർക്ക് ചെയ്യുക, നന്നായി പഠിക്കുക. ഇനിയുള്ള ദിവസം മാക്സിമം റിവിഷൻ യൂസ് ചെയ്യുക, പഠിച്ച ഭാഗം മാക്സിമം റിവിഷൻ ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക, മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് PSC അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കുകയാണ്. അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇടുന്നത്. യൂണിവേഴ്സിറ്റികളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ആയിട്ടുള്ള തസ്തികയിലേക്ക് PSC പുതിയ വിജ്ഞാപനം വിളിക്കുകയാണ്. 2790 തൊട്ട് 63,700 വരെയാണ് അതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. അപേക്ഷ നമുക്ക് ആഗസ്റ്റ് 5 വരെ കൊടുക്കാം. അപ്പം നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പൊ ഏതാ തസ്തിക? യൂണിവേഴ്സിറ്റികളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ്. അതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 050/2026 ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 5/8/2026 ആണ്. അപ്പം ഇതിന്റെ ശമ്പളം അല്ലെങ്കിൽ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 27,900 രൂപ മുതൽ 63,700 രൂപ വരെ ശമ്പളം ലഭിക്കും. അതാണ് അതിന്റെ സാലറി സ്കെയില്. പ്രായപരിധി PSC അപ്ലൈ ചെയ്യുന്നതിന്റെ പ്രായപരിധി 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ 2/1/1986-നും 1/1/2008-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. മറ്റു പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും നിയമാനുസരണം ഇളവ് ഉണ്ടാകുമായിരിക്കും. അപ്പൊ 18-നും 40-നും ഇപ്പൊ നമ്മുടെ പുതിയ പരിഷ്കരിച്ച നിയമം അനുസരിച്ച് 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2/1/1986 1/1/1986 ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. 2/1/1900 1/1/2008 അതും 2/1/2008 അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ കറക്റ്റ് ഡേറ്റിനുള്ളിൽ വരുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയായിരിക്കണം. അതിനോടൊപ്പം ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് KGTA ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. അപ്പൊ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് തത്തുല്യ യോഗ്യത എന്നൊക്കെ പറയുന്നത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ അംഗീകൃത ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ എൻട്രി ഒക്കെ നമ്മൾ ഒരു IHRDയുടെ കീഴിൽ ചെയ്ത പിള്ളേരൊക്കെ ഉണ്ടാവും. അതൊക്കെ ഗവൺമെന്റ് അംഗീകൃതമാണ്. അങ്ങനെ ചെയ്ത ആൾക്കാർക്ക് തത്തുല്യ യോഗ്യതയാണ്. അങ്ങനെയുള്ളവർ ഇംഗ്ലീഷിൻ്റെത് ടൈപ്പ് ഉണ്ടെങ്കിൽ മലയാളം ടൈപ്പ് ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കൊക്കെ IHRDയുടെ കീഴിൽ നിന്ന് ഡേറ്റ എൻട്രി ഒക്കെ DCA ഉണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, പക്ഷേ ഡേറ്റ എൻട്രിയിലുണ്ട്, അതെനിക്കറിയാം. പിന്നെ ജനുവരി 2002 മുൻപ് ടൈപ്പ് റൈറ്റിംഗ് പാസ്സായിട്ടുള്ളവർ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിലുള്ള പ്രത്യേക സർട്ടിഫിക്കറ്റോ തത്തുല്യ യോഗ്യതയോ അപേക്ഷിക്കേണ്ട സമയത്ത് നേടിയിരിക്കേണ്ടതാണ്. ടൈപ്പ് റൈറ്റിംഗ് അത് പഴയ കാലത്ത് നമ്മൾ കമ്പ്യൂട്ടർ അടിക്കുന്ന പോലെ ഒരു ഇതാണ്. അങ്ങനെയുള്ള ആൾക്കാർ വേറെ ഒരു ഇത് ആ സമയത്തിനുള്ളിൽ നേടണം. ഇപ്പോൾ അപ്ലൈ ചെയ്യാം. മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. ടൈപ്പ് റൈറ്റിംഗ് പരീക്ഷ യോഗ്യത തെളിയിക്കുന്നതിന് ഗവൺമെന്റിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ സ്വീകാര്യമല്ല. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഗവൺമെന്റ് അപ്രൂവഡ് ആയിട്ടുള്ള ഇത് വേണമെന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം അതാണ്.
ഇതിന്റെ പ്രൊബേഷൻ എന്ന് പറയുന്നത് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ 3 വർഷത്തെ സർവീസിൽ ആകെ 2 വർഷക്കാലം പ്രൊബേഷൻ ആയിരിക്കുമെന്ന് ഇവര് നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പം തസ്തികയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ 3 വർഷത്തെ സർവീസിനിടയിൽ ആകെ 2 വർഷക്കാലം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. ഇനി അപേക്ഷിക്കേണ്ട വിധം. വിദ്യാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.kerala.psc.government.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. അപ്പം PSC ഓൾറെഡി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് ചെയ്യുന്നത്. അല്ലാത്ത ആൾക്കാർ രജിസ്റ്റർ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കണം. ഓരോ തസ്തികയ്ക്കും അപേക്ഷിക്കേണ്ടതോടൊപ്പം പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിൽ അപ്ലൈ നൗ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. ഓരോ തസ്തികയ്ക്കും അപേക്ഷിക്കുന്നതിന് മുൻപും തന്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ഉദ്യോഗാർത്ഥികൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പൊ ഇത്രയാണ് കേരള യൂണിവേഴ്സിറ്റികളിലെ കേരള അസിസ്റ്റന്റ് ആയിട്ട് കമ്പ്യൂട്ടർ ഗ്രേഡ് 2ലേക്ക് വിളിച്ചേക്കുന്നത്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഞാൻ നോട്ടിഫിക്കേഷൻ അല്ലാതെ എൻ്റെതായ ഇതിൽ പറഞ്ഞതാണ്. അപ്പോൾ നല്ലൊരു ഇതാണ്. ഈ ക്വാളിഫിക്കേഷൻസ് നമുക്ക് അത്യാവശ്യം വയർ പ്രോസസ്സിങ് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ ഇതാണ് കാറ്റഗറി നമ്പർ 050/2026. ഇതാണ് നമ്മുടെ PSC പുറത്തു വിട്ടേക്കുന്ന നോട്ടിഫിക്കേഷൻ. ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഞാൻ ഈ നോട്ടിഫിക്കേഷൻ ആഡ് ചെയ്ത് വെച്ചു ഇതിൻ്റെ ഉള്ളിൽ എന്നേ ഉള്ളൂ. നന്നായി വർക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് ടൈപ്പ് റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കുക. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നതേ ഉള്ളൂ. അപ്ലൈ ചെയ്തിട്ട് ഇനി ഡേറ്റ് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നോക്കിയിരുന്നാൽ വൻ കോമ്പറ്റീഷനാണ്. നമ്മൾ നോക്കുന്ന പിള്ളേർ പഠിക്കാൻ താല്പര്യമുണ്ട് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ പണ്ടത്തെ പോലെ ഉള്ള ഇതൊന്നും നടക്കില്ല. ഇപ്പം നമുക്ക് നന്നായി കാലിബറും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരിക്കണം. നന്നായി പഠിക്കണം. അപ്പോൾ എല്ലാവരും വീണ്ടും ഞാൻ പറയുന്നു, ജൂലൈ 18 ഇനി 13 ദിവസമേ നമ്മുടെ ഫ്രണ്ടിലുള്ളൂ. നന്നായി പഠിക്കുക, നന്നായി പരീക്ഷ എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം LDCക്കും VFക്കും ഒക്കെ വേണ്ടിയിട്ട് ക്ലാസ്സുകൾ ഇട്ട് വരണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് എൻ്റെ കുറച്ച് സാഹചര്യങ്ങൾ, അതായത് എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ 2 വയസ്സാവുന്നേ ഉള്ളൂ. അപ്പോൾ അവള് കുറച്ച് ഇളന്തൂണാണ്. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അവൾ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം ഒന്ന് റിവിഷൻ ചെയ്ത് പോകാനുള്ള ടൈമൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ വോയിസ് ഓവർ ഒക്കെ കൊടുക്കാൻ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ചത് മുഴുവൻ പോവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇടാത്തത്. വളരെ ആഗ്രഹിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. റീച്ച് ആവുന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമൻസ് സംഭവമൊന്നും ഇല്ലായിരുന്നെങ്കിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പം അതും ഇല്ല, കാരണം ഞാൻ വീഡിയോ ഇടുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ, എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഞാൻ സത്യം പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്ത് വെച്ചു. പക്ഷെ അതിൻ്റെ ഒന്നും വോയിസ് ഓവർ കൊടുക്കാനുള്ള സമയം എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാനത് LGSന്റെ ഇതൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഇടാനായിരിക്കും. എനിക്ക് സാഹചര്യം കിട്ടുവാണെങ്കിൽ ഞാൻ നേരത്തെ ഇടാൻ കേട്ടോ. അപ്പം പഠിക്കുന്ന എല്ലാവർക്കും, നന്നായി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന എല്ലാവർക്കും 10th പ്രിലിംസ് കിട്ടട്ടെ എന്ന് ഞാൻ ഇപ്പോഴേ പറയുന്നു. എല്ലാവർക്കും അതിന് കഴിയും. പഠിച്ച് വലിയ ഇതായിട്ട്, ഇനിയിപ്പം പഠിച്ചില്ല എന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കറക്റ്റായിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ വേഗം കവർ ചെയ്യുക. മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസിലെ ഓപ്ഷൻസും നോക്കി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്കും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാം. ഇനിയുണ്ട് 13 ദിവസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ പോവും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.